ഹലോ എവരിവൺ, മാജിക് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രീമി വെർമിസെല്ലിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രീമി മഷ്റൂം, ക്രീമി നമ്മുടെ പാസ്ത ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് പാസ്ത എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവർക്കും വെർമിസെല്ലി വെച്ച് നമുക്ക് അതേ ടേസ്റ്റിൽ ട്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടാണ്. നമുക്ക് ഇന്ന് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഒരു ചെറിയ കഷ്ണം ബട്ടർ എടുത്ത് ഒരു ഹാഫ് പീസ് സവാള ചേർത്ത് ഒരു 3 കഷ്ണം വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ആ പച്ചക്കുത്ത് മാറണ വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. പാല് നന്നായി തിളച്ച് വരുമ്പോൾ അതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് മാറി വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും വെള്ളം ചേർക്കാത്ത കട്ടിക്കുള്ള പാലായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മളതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്ത് ക്രീമി ചീസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അല്പം പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള എരിവ് നമുക്ക് എങ്ങനെയാണോ അതനുസരിച്ചിട്ട്. പിന്നെ ഒരല്പം ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ അഡീഷണൽ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഉള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ ഇപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുന്നത് മാത്രം. അടുത്തായിട്ട് നമുക്ക് ഒറിഗാനോ മസ്റ്റായിട്ടും ചേർക്കേണ്ട ഐറ്റമാണ്. എന്നാലാണ് ആ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുകി വരുന്നത് കാണാം. ഇപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഈ സമയത്താണ് നമ്മൾ മഷ്റൂം ആണെങ്കിൽ മഷ്റൂം ചേർക്കുക, പാസ്തയാണെങ്കിൽ പാസ്ത ചേർക്കുക. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വെർമിസെല്ലിയാണ് ചേർത്തത്. അപ്പോൾ വെർമിസെല്ലി ചേർത്തതിന് ശേഷം അതങ്ങനെ കിടന്ന് വെന്തോളൂ കേട്ടോ. അധികം സമയമൊന്നും വേണ്ടത്, പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതേപോലെ കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെർമിസെല്ലി എല്ലായിടത്തേക്കും വേവ് ഒരുപോലെ ആവണം. പിന്നെ ഈ ക്രീമി ടെക്സ്ചർ എല്ലായിടത്തേക്കും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയുള്ളൂ നമ്മളുടെ ഐറ്റം. അതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോടെ കഴിക്കാവുന്നതാണ്. തണുത്തിട്ടായാലും നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ വെള്ളം എത്ര കട്ടിക്ക് വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളിത്